ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ യൂനിസ് ഖാന്റെ ഇടക്കാല സർക്കാരിന് പങ്കുണ്ടെന്ന ആരോപണവുമായി സഹോദരൻ. അതേസമയം ബംഗ്ലാദേശിലെ സംഘർഷങ്ങൾക്ക് അയവില്ല. ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് സമാന രീതിയിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇടക്കാല സർക്കാരിലെ ചിലർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സഹോദരൻ. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കൊലപാതകം നടത്തിയതെന്ന് ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ ഒമർ ഹാദി ആരോപിച്ചു. ഹാദിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസിനും ഷെയ്ഖ് ഹസീനയെപ്പോലെ രാജ്യം വിട്ടോടേണ്ടി വരുമെന്ന് സഹോദരൻ മുന്നറിയിപ്പ് നൽകി. 2024 ജൂലൈയിലെ പ്രക്ഷോഭത്തിൽ നിന്ന് രൂപം കൊണ്ട ഇൻക്ലാബ് മോഞ്ചോ എന്ന സംഘടനയുടെ നേതാവായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. ഡിസംബർ 12-ന് ധാക്കയിലെ ബിജോയ് നഗർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ഹാദിയെ അജ്ഞാതർ വെടിവെച്ചത്. സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ ഡിസംബർ 18-ന് ഹാദി മരിച്ചു. തുടർന്ന് രാജ്യത്തെ കലാപസമാനമായ സാഹചര്യം ഉടലെടുക്കുകയായിരുന്നു. നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവായ മുഹമ്മദ് മുത്തലിബ് സിക്ദാറിനാണ് സംഘർഷത്തിനിടെ സമാനമായ രീതിയിൽ വെടിയേറ്റത്. മുത്തലിബ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.